നിന്നോടൊരു കാര്യം ചോദിക്കാതിരിക്കായിരുന്നു. എടാ, അനിയൻകുട്ടൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. എടാ, നിങ്ങൾക്കൊക്കെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണിനെ കിട്ടുമ്പോഴേക്കും കൂടപ്പറപ്പുകളൊക്കെ മറന്നു കളയാൻ പാടുണ്ടോടാ? അപ്പുവേട്ടൻ പറയുന്ന പോലെയൊന്നുമല്ല അനിയൻകുട്ടൻ. പഴയ അവസ്ഥയൊന്നുമല്ല. ചില സമയത്തൊക്കെ ചെയ്യണ പ്രവൃത്തി കണ്ട ആർക്കായാലും വെറുപ്പ് തോന്നും. എടാ, പണ്ടൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നു? ഒരുമിച്ച് പട്ടണിരുന്ന് ഭക്ഷണം കഴിച്ച കാലം. അവനെന്താ ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുത്താത്തത്? അനിയൻകുട്ടൻ ചെറിയച്ച് ഇവിടെ വരുമ്പോ ഭക്ഷണത്തിന് കുറച്ച് വൃത്തികേടൊന്നും കാണിച്ചിട്ടില്ല. അനിയൻകുട്ടൻ ചെറിയച്ചൻ വന്നാ സമയം പോണതറിയില്ല. ആ കളിയും ചിരിയൊന്നും മറക്കാൻ പറ്റില്ല. മക്കളെ, നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ രണ്ട് ചെറിയമ്മമാർക്കും അനിയൻകുട്ടനോട് വെറുപ്പാ. ഒരു ദിവസം സരസ്വടത്തി അനിയൻകുട്ടനെ തല്ലി. ഞാനതിന് നല്ലോണം വഴക്കും പറഞ്ഞു. എടാ, ഞങ്ങളവിടെ വരാത്തത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇവർക്ക് കോളേജിൽ പോകാനുള്ള സൗകര്യം, പിന്നെ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കി ഈ വീട് അടച്ചുപൂട്ടി വരുമ്പോൾ അത് കേടുവന്ന് നഷ്ടപ്പെടും. പിന്നെ വാടകയ്ക്ക് കൊടുക്കാൻ മനസ്സും വരുന്നില്ല. പിന്നെ ഇവിടെ ആവുമ്പോൾ സോനയുടെ മൂത്തമ്മയ്ക്കും അവരുടെ ബന്ധുക്കൾക്കൊക്കെ വരാൻ പറ്റും. ഞങ്ങൾ അവിടെ വന്ന സോനയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ബന്ധുക്കളും സ്വന്തക്കാരും ഇല്ലാതെ, ജോലിയും കൂലിയില്ലാതെ എൻ്റെ ശമ്പളത്തിൽ ഒതുങ്ങി ജീവിക്കുന്ന ഒരു നാട്ടുമ്പുറത്തുകാരി പെണ്ണ. ചില ഭാഗപത്രം എഴുതി വെച്ചെന്നുള്ളൂ. അപ്പുവേട്ടൻ ഈ എണ്ണിച്ചുട്ട അപ്പം പോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിച്ചു ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. തേങ്ങയും അടയ്ക്കയും ജാതിക്കയും കുരുമുളകും നെല്ലും വൈക്കോലായും ഒത്തിരിയുണ്ട്. അവിടെയൊന്നും ദൈവത്തിന്റെ കടാക്ഷം കൊണ്ട് അന്നത്തിനൊരു മുട്ടുമില്ല. അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ നീ ഇതുപോലെ തളം തിരി ജീവിക്കണേ. അതെന്താ പെട്ട അങ്ങനെ പറയണേ? എടാ, ഞാൻ അവിടെ ഇല്ലെങ്കിലും അവിടുത്തെ വല്യേട്ടൻ കളിയൊക്കെ അവിടെ ചെന്നിട്ട് മതി. ചെറിയച്ച, എന്തൊക്കെയുണ്ട് ചെറിയമ്മയുടെ വിശേഷം? സുഖമായിരിക്കുന്നു മക്കളെ. പക്ഷെ അവിടത്തേക്കാളും സ്നേഹവും സന്തോഷവും ഇവിടെ. എടാ, ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരിടത്ത് അടിഞ്ഞു കിടക്കുന്നതല്ല. അതറിഞ്ഞുപയോഗിക്കുമ്പോഴേ സുഗന്ധം വരുത്തൂ. എടാ, നീ അച്ഛൻ്റെ മുഖത്തോക്കി സംസാരിച്ചിട്ട് എത്ര ദിവസം? എടാ, വീട്ടിൽ നിന്ന് എത്ര ദിവസം മാറി നിൽക്കുന്നു? നിന്റെ ആഗ്രഹപ്രകാരം അച്ഛൻ നിന്നെ നിന്റെ തൊഴിൽ പിടിപ്പിച്ചില്ലേ? നിനക്ക് വേണ്ടി അച്ഛൻ ഒത്തിരി പണം ചെലവാക്കി. എന്നിട്ടിപ്പോ നിനക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട്. ഇത് എവിടെ നടാ വരണേ? ഓ, ഒന്ന് നിർത്തച്ചാ. എന്തൊരു ഉപദേശം ഇത്. ചെറിയച്ചൻ വന്നേ, നമുക്ക് ഭക്ഷണം കഴിക്കാം.